അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 12 ബുധനാഴ്ച. ഡൽഹി സ്ഫോടനം അബദ്ധത്തിൽ സംഭവിച്ചതാകാമെന്ന് രഹസ്യാന്വേഷണ വൃത്തങ്ങൾ. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനം ആസൂത്രിത ആക്രമണം അല്ലെന്നും പരിഭ്രാന്തിയിൽ നടന്ന സ്ഫോടനമാണെന്നും ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. പൊട്ടിത്തെറിച്ചത് നിർമ്മാണം പൂർത്തിയാക്കാത്ത ബോംബാണെന്നും അതിനാൽ സ്ഫോടനത്തിന്റെ തീവ്രത കുറഞ്ഞുവെന്നും ചാവേറിന്റെ രീതി പിന്തുടർന്നില്ല എന്നുമാണ് നിഗമനം. സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച I-20 കാർ ഓടിച്ചിരുന്ന ഡോക്ടർ ഉമറിന്റെ കൂട്ടാളികളിൽ നിന്ന് 2900 കിലോ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയതറിഞ്ഞ ഉമർ പരിഭ്രാന്തനായെന്നും ഇതേ തുടർന്ന് നേരത്തെ സൂക്ഷിച്ചുവെച്ച സ്ഫോടക വസ്തുക്കൾ മറ്റൊരിടത്തേക്ക് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടാകുമെന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. തുടർന്ന് കാറിൽ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുമ്പോഴാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്ന് സംശയിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ഡൽഹി ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപമുണ്ടായ സ്ഫോടനത്തിന് നിർദ്ദേശം നൽകിയത് ജെയ്ഷെ മുഹമ്മദാണെന്ന് സൂചന. ഡൽഹിയിലെ പ്രധാന സ്ഥലത്ത് സ്ഫോടനം നടത്തണമെന്ന നിർദ്ദേശം ജെയ്ഷെ മുഹമ്മദിൽ നിന്നും ഈ സംഘത്തിന് കിട്ടിയിരുന്നതായാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന സൂചന. സ്ഫോടനം ഉണ്ടായതിനെ തുടർന്ന് പലരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിൽ നിന്നുമാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയത്. ഡൽഹിയിലെ ചെങ്കോട്ടയിലുണ്ടായ സ്ഫോടനത്തിൽ ധനസഹായം പ്രഖ്യാപിച്ച് ഡൽഹി സർക്കാർ. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ നൽകും. അംഗവൈകല്യം സംഭവിച്ചവർക്ക് 5 ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയും നൽകും. മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നവയിൽ ചിലത് മൃതദേഹ ഭാഗങ്ങൾ മാത്രമാണ്. ഇവ തിരിച്ചറിയാൻ DNA പരിശോധന അടക്കം നടത്തേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ ആയുധങ്ങളുമായി അറസ്റ്റിലായ വനിതാ ഡോക്ടർക്ക് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗവുമായി ബന്ധമുണ്ടെന്ന് ഡൽഹി പോലീസ്. ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം ഇന്ത്യയിൽ സ്ഥാപിക്കുന്നതിനുള്ള ചുമതല ഇവർക്ക് നൽകിയിരുന്നതായി ഡൽഹി പോലീസിനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ മുൻ ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന N. വാസു റിമാൻഡിൽ. കേസിലെ 3ാം പ്രതിയായ വാസുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി നവംബർ 24 വരെയാണ് റിമാൻഡ് ചെയ്തത്. വാസുവിനെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. മുൻ ദേവസ്വം കമ്മീഷണർ N. വാസു അറസ്റ്റിലായതോടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM നേതൃത്വത്തിന്റെ പങ്ക് വ്യക്തമായെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം മന്ത്രിയെയും നിലവിലെ ദേവസ്വം മന്ത്രിയെയും പ്രതികളാക്കണമെന്നും VD സതീശൻ പറഞ്ഞു. സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല സന്നിധാനത്തെ പുതിയ പോലീസ് കൺട്രോളറുടെ നിയമനത്തിൽ ഉദ്യോഗസ്ഥരെ പറ്റിയുള്ള സമഗ്രമായ റിപ്പോർട്ട് തേടി ഹൈക്കോടതി. ഉദ്യോഗസ്ഥന്റെ സർവീസ് കാലയളവിലെ മികവ്, സ്വഭാവം, അച്ചടക്ക നടപടി നേരിട്ടിട്ടുണ്ടോ തുടങ്ങിയ വിശദാംശങ്ങൾ അടങ്ങിയതായിരിക്കണം റിപ്പോർട്ട്. പുതിയതായി നിയമിച്ച R. കൃഷ്ണകുമാറിന്റെ വിവരങ്ങളാണ് ദേവസ്വം ബെഞ്ച് ആവശ്യപ്പെട്ടത്. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ സർക്കാരിന്റെ 3ാം ഭരണത്തിലേക്കുള്ള കാൽവെപ്പാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയം ഉറപ്പിക്കും എന്നതിൽ സംശയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചി കോർപ്പറേഷനിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് UDF. യുവത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇത്തവണ UDF മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. 40 ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ഇന്നലെ UDF പ്രസിദ്ധീകരിച്ചത്. 3 ജനറൽ സീറ്റുകളിലടക്കം 22 ഡിവിഷനുകളിൽ സ്ത്രീകളെയാണ് UDF മത്സരത്തിന് ഇറക്കുന്നത്. തന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിന് ഇടയാക്കിയ വാർത്ത ബോധപൂർവം സൃഷ്ടിച്ചതാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ EP ജയരാജൻ.
തെറ്റുപറ്റിയെന്ന് പ്രസാധകർ തന്നെ പറഞ്ഞു. സംഭവത്തിന് കാരണക്കാരനായ വ്യക്തിയെ ഓഫീസിൽ നിന്ന് പുറത്താക്കിയതായും പ്രസാധകർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തുടർ നടപടിക്ക് പോകുന്നില്ലെന്നും EP പറഞ്ഞു. വിവരാവകാശ അപേക്ഷകളിൽ രേഖകളുടെ പകർപ്പ് ലഭിക്കുന്നതിന് ഫീസ് അടയ്ക്കാൻ വ്യക്തമായ അറിയിപ്പ് നിശ്ചിത സമയത്തിനകം നൽകിയില്ലെങ്കിൽ രേഖകൾ സൗജന്യമായി നൽകണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് TK രാമകൃഷ്ണൻ കോഴിക്കോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ സുവോളജിക്കൽ പാർക്കിലെ തെരുവുനായ ആക്രമണത്തിൽ മാനുകൾ ചത്ത സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വനം മന്ത്രി AK ശശീന്ദ്രൻ. അന്വേഷണത്തിന് വനം മന്ത്രി സമിതി രൂപീകരിച്ചു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് G കൃഷ്ണൻ, വനം വിജിലൻസ് വിഭാഗം CCF ജോർജി P മാത്തച്ചൻ, ചീഫ് ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയ എന്നിവരാണ് അംഗങ്ങൾ. കണ്ണൂർ കോർപ്പറേഷൻ സീറ്റ് വിഭജനത്തിൽ ലീഗ് കോൺഗ്രസ് തർക്കം. വാരം ഡിവിഷൻ വാഗ്ദാനം ചെയ്തുള്ള മുൻ DCC അധ്യക്ഷന്റെ കത്ത് പുറത്തുവിട്ട ലീഗ് അധിക സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ കടുംപിടുത്തം തുടർന്നതോടെ സീറ്റ് വിഭജനം പൂർത്തിയായില്ല. മുൻ DCC അധ്യക്ഷൻ സതീശൻ പാച്ചേനിയുടെ കയ്യൊപ്പോടുകൂടിയ കത്താണ് ലീഗ് നേതൃത്വം പുറത്തുവിട്ടത്. വാരം ഡിവിഷൻ നൽകുമ്പോൾ തത്തുല്യമായ സീറ്റ് പകരം തരണമെന്ന് കത്തിൽ ഉണ്ടെന്ന് കോൺഗ്രസും പറയുന്നു. കോഴിക്കോട് കോർപ്പറേഷനിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 45 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്. കാരപ്പറമ്പിൽ നവ്യ ഹരിദാസ് സ്ഥാനാർത്ഥിയാകും. 2 വട്ടം കൗൺസിലറായ നവ്യ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്കയ്ക്കെതിരെ സ്ഥാനാർത്ഥിയായിരുന്നു. കൊല്ലം കോർപ്പറേഷനിൽ NDA ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 21 ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ പ്രഖ്യാപിച്ചത്. BJP സംസ്ഥാന വക്താവ് കേണൽ S ഡിന്നി വടക്കേവിളയിൽ മത്സരിക്കും. 2 ദിവസത്തിനുള്ളിൽ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുമെന്ന് ജില്ലാ നേതൃത്വം അറിയിച്ചു. തൃശൂരിലെ മുൻ MPയും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ TN പ്രതാപനെ AICC സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. AICCയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. പുതുച്ചേരിയുടെയും ലക്ഷദ്വീപിന്റെയും ചുമതലയാണ് ഇദ്ദേഹത്തിനുണ്ടാവുക. കൺഗ്രാചുലേഷൻസ് മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. നടൻ അജിത് കുമാറിന്റെയും നടി രമ്യ കൃഷ്ണയുടെയും വസതികൾക്ക് വ്യാജ ബോംബ് ഭീഷണി. തമിഴ്നാട് DGP ഓഫീസിലാണ് സന്ദേശം ലഭിച്ചത്. നടനും രാഷ്ട്രീയ നേതാവുമായ SV ശേഖരന്റെ വീടിന് നേരെയും ഭീഷണി സന്ദേശം ലഭിച്ചു. മണിക്കൂറുകളോളം നീണ്ടുനിന്ന പരിശോധനയ്ക്കൊടുവിലാണ് ഭീഷണി വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചത്. ഭീഷണി സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ 66.91% പോളിംഗ് രേഖപ്പെടുത്തിയതായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 1951 ശേഷം സംസ്ഥാനത്ത് ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് ഇതെന്ന് ഔദ്യോഗികമായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. മിഥില കോസി ബെൽറ്റ്, പടിഞ്ഞാറൻ ബീഹാർ, മഗധ്, അംഗിക, സീമാഞ്ചൽ മേഖലകൾ ഉൾപ്പെടെ ബീഹാറിലെ 122 സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. നവംബർ 6-ന് 18 ജില്ലകളിലായി 121 മണ്ഡലങ്ങളിൽ നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ 64.66% കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. വോട്ടെണ്ണൽ നവംബർ 14-ന് നടക്കും. ബീഹാറിൽ 2ാം ഘട്ട പോളിംഗ് അവസാനിച്ചതോടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം NDAക്ക് അധികാര തുടർച്ചയാണ് പ്രവചിക്കുന്നത്. പ്രശാന്ത് കിഷോറിന്റെ ജനസ്വരാജ് പാർട്ടിക്ക് ബീഹാറിൽ കാര്യമായ ചലനം സൃഷ്ടിക്കാൻ സാധിക്കില്ലെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. ഡൽഹി സ്ഫോടനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്ന് ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി തെരഞ്ഞെടുപ്പ് തിരക്കുകളിലാണെന്നും അദ്ദേഹം ആരോപിച്ചു. ചെങ്കോട്ട സ്ഫോടനം പാകിസ്ഥാനിലെ പ്രമുഖ ദിനപത്രങ്ങളും ടെലിവിഷൻ ചാനലുകളും റിപ്പോർട്ട് ചെയ്തത് വലിയ പ്രാധാന്യത്തോടെ. ഇന്ത്യയിലെ ഭീകരവിരുദ്ധ നിയമപ്രകാരമാണ് സ്ഫോടനം അന്വേഷിക്കുന്നതെന്ന്
പാകിസ്ഥാനിലെ പ്രമുഖ ദിനപത്രങ്ങളായ ഡോൺ, ജിയോ ന്യൂസ്, ദി എക്സ്പ്രസ് ട്രിബ്യൂൺ, ദി ന്യൂസ് ഇന്റർനാഷണൽ, പാകിസ്ഥാൻ ടുഡേ എന്നിവ റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ പ്രാദേശിക കോടതിക്ക് പുറത്ത് ഉഗ്രസ്ഫോടനം. സംഭവത്തിൽ 12 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സ്ഫോടനത്തിന്റെ കാരണം അറിവായിട്ടില്ല. കോടതിക്ക് പുറത്ത് നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും കോടതിയിൽ വാദം കേൾക്കാൻ എത്തിയവരാണ്. പാകിസ്ഥാനിൽ നടന്ന ഇരട്ട സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണെന്ന് ആരോപിച്ച് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഇസ്ലാമാബാദ് കോടതിക്ക് സമീപം 12 പേർ കൊല്ലപ്പെട്ട ചാവേർ ആക്രമണത്തിനും അഫ്ഗാൻ അതിർത്തിക്കടുത്തുള്ള വാനയിലെ കേഡറ്റ് കോളേജിൽ നടന്ന ആക്രമണത്തിനും പിന്നിൽ ഇന്ത്യയുടെ പങ്കുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസത്തിന്റെ തുടർച്ചയാണ് ഈ ആക്രമണങ്ങൾ എന്ന് ഷെഹബാസ് ഷെരീഫ് ആരോപിച്ചു. ഇസ്ലാമാബാദിലെ സ്ഫോടനത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ ആരോപണങ്ങൾ തള്ളി ഇന്ത്യ. ഇത് ആ രാജ്യത്തെ വിഭ്രാന്തിയിലായ നേതൃത്വം വ്യാജമായ കഥകൾ മെനയാൻ ഉപയോഗിക്കുന്ന തന്ത്രമാണെന്നും ഇന്ത്യ പറഞ്ഞു. തുർക്കിയുടെ സൈനിക ചരക്ക് വിമാനം ജോർജിയ അസർബൈജാൻ അതിർത്തിയിൽ തകർന്നു വീണതായി തുർക്കി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. വിമാനത്തിൽ 20 സൈനികരുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. അസർബൈജാനിൽ നിന്ന് തുർക്കിയിലേക്ക് പുറപ്പെട്ടതായിരുന്നു വിമാനം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.